പഴങ്കഥയായിട്ടില്ല നമ്പ്യാരെ. ചോര വീണത് ഈ മണ്ണിലല്ല, എന്റെ മനസ്സിലാ. നിങ്ങളുടെ മടങ്ങി വരവ് നല്ലതിനല്ല. നമ്മൾ ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ? എടി, കഥ തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. നമുക്ക് നോക്കാന്നേ. അച്ഛനില്ലാത്ത കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാ. എന്തൊക്കെ സഹിച്ചു. ഗുരുവായൂരപ്പനെ വിളിച്ച് കരയാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിലുണ്ടായിരുന്നില്ല. ഒത്തിരി അനുഭവിച്ചതല്ലേ, ഇനി സമാധാനമായിട്ട് ജീവിച്ചോട്ടെ എന്ന് ഭഗവാൻ കരുതിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കുടുംബത്തിൽ നിന്ന് ഒരാലോചന എന്റെ ശ്രീകുട്ടനെ തേടി വരുമോ? കാര്യങ്ങളൊക്കെ ശ്രീകുട്ടൻ നിന്നോട് പറഞ്ഞല്ലോ അല്ലേ? ഞാൻ ആ ചേച്ചിയുടെ ഫോട്ടോയും കണ്ടു. അവര് രണ്ടാളും നല്ല ചേർച്ചയാ. ഈ കല്യാണം നടക്കുന്നതോടെ ശ്രീയേട്ടന്റെ ജീവിതം സന്തോഷം കൊണ്ട് നിറയും. നിന്റെ നാക്ക് പൊന്നായിരിക്കട്ടെ. എന്നാ ഞാൻ ഇറങ്ങാം അമ്മായി. അല്ല, നീ എന്തിനിപ്പോ അവനെ തിരക്കി വന്നേ? അത്യാവശ്യ കാര്യം വല്ലതും ആണോ? അല്ലമ്മായി, ഞാൻ വെറുതെ. അതെ, നീ പോകുന്ന വഴിക്ക് ദാ അത് കമലയുടെ വീട്ടിലേക്കൊന്ന് കൊടുത്തേക്ക്. ശരി എന്നാ. എല്ലാരും എവിടെ? ഞാൻ വിളിക്കാം. എല്ലാരും ഇറങ്ങിയല്ലോ. അല്ല, ആദ്യം രാകേഷിനെ കണ്ടില്ലല്ലോ. ഞങ്ങൾ ഇവിടെ ഉണ്ട് മുത്തശ്ശി. ഇത് എവിടാടാ? എന്നാലേ ശരി ശരി, ഇനി സമയം കളയണ്ട, രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങാം. ശരി അച്ഛാ. വാ വരാജ. നമുക്ക് പുറപ്പെടാം. ആദിച്ചേട്ടനും അമ്മ ചേച്ചിയും ഭരതമായിട്ട് ഇവിടെ വന്നോളന്നാ പറഞ്ഞേ. ഓ ആയിക്കോട്ടെ. രാകേഷ് ഏത് വണ്ടിയിലാ? അത് ചോദിക്കാനുണ്ടോ അമ്മേ? ആദിയുടെ അമൃതയുടെയും കൂടെ ആയിരിക്കും. ദൂരയാത്രയല്ലേ, വണ്ടികൾക്ക് പഞ്ഞമില്ലാത്ത സ്ഥിതിക്ക് എല്ലാരും കൂടെ തിങ്ങി നിറഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നീ പോയി കയറ്റി ഉറക്കും. അമൃത ആദ്യം ഇതുവരെ ഇറങ്ങിയില്ലേ? ഇറങ്ങി മുത്തശ്ശ, ഇപ്പൊ വരും. നിങ്ങൾ പുറപ്പെട്ടോ? വേം വാ. ചേച്ചി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. PNR ഫോണിൽ തന്നെയുണ്ട്. ഓക്കെ, മറക്കല്ലേ. പിന്നെ വെബ് ചെക്കിംഗ് ചെയ്തിട്ടുണ്ട്. ചേച്ചി ഹൈദരാബാദിൽ ലാൻഡ് ചെയ്യുന്ന നിമിഷം എന്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ടാവും. ഓക്കെ. ചേച്ചി കേറ്. കൂളായിട്ടിരിക്കും. നമുക്ക് പുറപ്പെടാം. അവർക്കറിയാത്ത വഴിയൊന്നും അല്ലല്ലോ. പിള്ളേരല്ലേന്നേ, അവരൊപ്പം എത്തിക്കോളൂ. നത്തിങ് ടു വറി. ചേച്ചി സേഫാ. യു വിൽ ബി കംഫർട്ടബിൾ. ഐ നോ ദാറ്റ്. എനിക്കിപ്പോ എന്റെ കാര്യം ഓർത്തല്ല ടെൻഷൻ. ഞാൻ പോയാ പിന്നെ നിന്നെ എല്ലാരും കൂടി. അതൊന്നും സാരമില്ല, ഒക്കെ ഞാൻ നോക്കിക്കോളാം. ഏത് കൊടുങ്കാറ്റ് ഒരു ദിവസം കെട്ടടങ്ങിയല്ലേ പറ്റൂ. എന്താ ഞാൻ എന്തും സഹിച്ചോളാം, എന്റെ ചേച്ചിയുടെ കണ്ണ് നിറയുന്നത് ഒഴിച്ച്. ചേച്ചി സന്തോഷമായിരുന്നാൽ മാത്രം മതി എനിക്ക്. എന്താ രാജാ, പുറകുവശത്തെ ഗേറ്റ് പൂട്ടിയോ എന്നൊരു സംശയം. മുത്തശ്ശ, ഞാൻ പോയി നോക്കിട്ട് വരാം. അച്ഛാ, ഞാൻ വർഗീസിനെ വിളിച്ചു പറയാം. ഒന്നും വേണ്ട. അല്ലമ്മേ, അഞ്ജലിയുടെ മുഖത്തെന്താ ഒരു കള്ള ലക്ഷണം? ഓ, അതവള് ജനിച്ചപ്പോഴേ ഉള്ളതാ.
രാമപുരത്ത് എത്തും വരെ മുത്തശ്ശനെ അന്വേഷിക്കില്ല. എയർപോർട്ടിൽ എത്തുമ്പോൾ ടെക്സ്റ്റ് ചെയ്യണം. എന്നാ പൊക്കോ ബ്രോ. ആ വിട്ടോ. ഓ അയ്യോ ചേട്ടാ, വണ്ടി നിർത്ത. എന്താ എന്താ എന്റെ പാസ്പോർട്ട് മറന്നടാ. എന്റെ ചേച്ചി എടുത്ത് കൈ പിടിപ്പിച്ചാലോ ഞാൻ. നീ ആദ്യം ഒന്ന് വിളിച്ചേ. ഏയ് വേണ്ട, ഇറങ്ങണ്ട, ഞാൻ എടുത്തോണ്ട് വരാം. നിക്ക്. എന്തായി? എടുക്കുന്നില്ല അമ്മായി. ശോ, ചിലപ്പോ ഫോൺ സൈലന്റ് ആയിരിക്കും. കുറെ നേരമായിട്ട് നിന്നെ എല്ലാരും അവിടെ കാത്തു നിൽക്കുക. നീ എന്താ ഇതുവരെ പുറപ്പെടാതെ ഇവിടെ ചുറ്റി തിരിഞ്ഞിരിക്കുന്നേ? ഞാൻ വരുവായിരുന്നു മുത്തശ്ശ. എന്താ ഇത്ര താമസം? അത് ഒന്നുമില്ല. അമ്മ എവിടെ? ആദ്യം നിന്നോടാ ചോദിച്ചത്. അമ്മു എവിടെയെന്ന്? മുത്തശ്ശ അത് ഞാൻ അവൻ എന്നെ നോക്കി വന്നതാ മുത്തശ്ശ. നമ്മുടെ ഫാമിലി ട്രീ എടുക്കാൻ മറന്നു. മുത്തശ്ശനല്ലേ പറഞ്ഞത് രാമപുരത്ത് കൊണ്ടുപോയി മണ്ണില്. ആ നന്നായി. ഇനി ഒന്നും എടുക്കാൻ മറന്നിട്ടില്ലല്ലോ? ഇല്ല. ആ എന്നാ വാ പോകാം. എടുക്കുന്നില്ല. നീ ഇറങ്ങ്. വാ കേറ്. അമ്മോ ഇവിടെ വാ, എന്റെ വണ്ടി പോകാം. വാ കേറ്. അല്ല, ഈ പുത്തമ്പുരക്കലുകാര് കുറെ കാലം മുമ്പ് ഇവിടുന്ന് കൂടും കുടുക്കി എടുത്തോണ്ട് പോയത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിട്ടല്ലേ? അങ്ങനെ ചില പഴയ കഥകളൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. ഓ, ഇന്നാട്ടില് ഇവർക്ക് ആരൊക്കെയോ വലിയ ശത്രുക്കൾ ഉണ്ടായിരുന്നെന്നും കൊല്ലും കൊലയും വരെ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ. ആണോ? ഓ, വലിയ പണവും പ്രശസ്തിയൊക്കെയുള്ള എല്ലാവർക്കും കാണും ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ പഴങ്കഥകള്. ഒന്നും പഴങ്കഥയായിട്ടില്ല നമ്പ്യാരെ. ചോര വീണത് ഈ മണ്ണിലല്ല, എന്റെ മനസ്സിലാ. നിങ്ങളുടെ മടങ്ങി വരവ് നല്ലതിനല്ല. ഹലോ അച്യുതൻ നമ്പ്യാരെ, എന്റെ ശബ്ദം നിങ്ങൾ ഒരിക്കലും മറക്കില്ല എന്ന് എനിക്കറിയാം.